നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1488ാമത് ജന്മദിനാഘോഷം വിവിധ പരിപാടികളോടെ ഇസ്ലാം മതവിശ്വാസികൾ ആഘോഷിച്ചു. അരുവിപ്പുറം പ്രതിഷ്ഠയുടെ സന്ദേശം അന്നും ഇന്നും എന്ന വിഷയത്തിൽ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ നടന്ന സെമിനാർ VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. മുറ്റിച്ചൂർ കുടിവെള്ള പദ്ധതി കെ രാധാകൃഷ്ണൻ MLA നാടിന് സമർപ്പിച്ചു. കുടിവെള്ളത്തിൽ CPM രാഷ്ട്രീയം കലക്കിയെന്ന് CPI. വാർത്തകൾ വിശദമായി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1488ാമത് ജന്മദിനാഘോഷം വിവിധ പരിപാടികളോടെ ഇസ്ലാം മതവിശ്വാസികൾ ആഘോഷിച്ചു. ചൊവ്വാഴ്ച സുബഹിന നമസ്കാരത്തിന് പിറകെ നബിയുടെ പ്രകീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ആരംഭിച്ച ഭക്തി നിർഭരമായ സദസ്സോടെയാണ് ആഘോഷ ചടങ്ങുകൾ തുടങ്ങിയത്. മസ്ജിദ് അങ്കണങ്ങളിൽ പതാക ഉയർത്തലുകൾ മഹല്ല് പ്രസിഡന്റുമാർ നേതൃത്വം നൽകി. തുടർന്ന് വർണ്ണാഭമായി നടന്ന ഘോഷയാത്രകൾക്ക് മദ്രസ വിദ്യാർത്ഥികൾ, അധ്യാപകർ, മഹല്ല് കമ്മിറ്റി, പോഷക സംഘടന ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഘോഷയാത്ര കടന്നുപോയ റോഡരികിലുള്ളവർക്കെല്ലാം മധുര പലഹാരങ്ങൾ നൽകിയതും ശ്രദ്ധേയമായി. തുടർന്ന് മസ്ജിദുകളിൽ നടത്തിയ മൗലിദുകൾക്കും പ്രത്യേക പ്രാർത്ഥനകൾക്കും മഹല്ല് ഖത്തീബുമാർ നേതൃത്വം നൽകി. പിന്നീട് അന്നദാനം ഉണ്ടായി. അന്തിക്കാട് നടന്ന ഘോഷയാത്ര VS സുനിൽകുമാർ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ന് ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. ഇത് വാസ്തവത്തില് ലോകത്ത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. അത് സ്നേഹത്തിന്റെയും കരുണയുടെയും ത്യാഗത്തിന്റെയും സന്ദേശമാണ്. നബി തിരുമേനി ലോകത്തിന് സംഭാവന ചെയ്തത് മനുഷ്യരുടെ ഔന്നത്യത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമാണ്. ഇന്ന് മനുഷ്യസ്നേഹം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നബി തിരുമേനിയുടെ വചനങ്ങളും ഈ ദിനത്തിന്റെ ആഘോഷങ്ങളും മനുഷ്യ സ്നേഹപരമായ പ്രവർത്തനങ്ങൾക്ക് വഴിവെക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ലോകത്തെമ്പാടും ഇന്ന് നബിദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ സർവ്വ ജനങ്ങൾക്കും സഹോദരന്മാർക്കും എന്റെ എളിയ ആശംസകളും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഫ്ളാഗ് ഓഫ് അവിടെ വെച്ചാണ് നിർവഹിക്കുന്നതെങ്കിലും പള്ളി അങ്കണത്തിൽ വെച്ചത് നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കു ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. രാവിലെ മദ്രസയിൽ നടന്ന ചായ വിരുന്നു സൽക്കാരത്തിലും പ്രമുഖർ പങ്കെടുത്തു. മദീനയുടെ വനവാടി ബാലനയുടെ സമർപ്പിക്കാൻ തിരുനെല്ലി 1488 ജന്മദിനത്തോടനുബന്ധിച്ച് അന്തിക്കാട് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള അനുഗ്രഹിക്കുക, അനുമോദനത്തിന്റെ ഔഷധങ്ങൾ എത്തിക്കുക. മദീനയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1488 തളിക്കുളം മഹല്ല് നബിദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ല് മദ്രസ കുട്ടികളുടെ ഘോഷയാത്ര ഉണ്ടായി. നേതൃത്വം നൽകിയിട്ടുള്ള ആയിരക്കണക്കിന് വരുന്ന പ്രവാചക സ്നേഹികൾ അണിനിരന്നിട്ടുള്ള ലോകത്തിൽ നികുതിയ ആദ്യം നടന്നിരിക്കുകയാണ്. നിങ്ങളുടെ അനുഗ്രഹിക്കാറ് തുടർന്ന് മൗലിദ് സംഗമവും ഭക്ഷണ വിതരണവും നടന്നു. MK ഹുസൈൻ, MC മുഹമ്മദ് ഹാസിം, മുഹമ്മദ് ഖത്തീബ്, മുഹമ്മദ് ഗസാലി അഫ്സാനി തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴനി വെസ്റ്റ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിക്ക് മഹല്ല് ഖത്തീബ് മുസൽ ഫൈസി,
മഹല്ല് പ്രസിഡന്റ് അർഷാദ്, സെക്രട്ടറി അബ്ദുൽ സലാം കക്കേരി എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് ബൈക്ക് റാലിയും ഉണ്ടായി. Andajam sun anda badrum andano ruwam kanure anda ek seram wale anda misbaho sodore anak salam alaikum. ചാഴൂരിൽ നടന്ന നബിദിന റാലിക്ക് മഹല്ല് ഖത്തീബ് അബ്ബാസ് സഖാഫി, മജീദ് സഖാഫി, മഹല്ല് പ്രസിഡന്റ് സുലൈമാൻ പാടത്ത്, സെക്രട്ടറി ജലീൽ കക്കേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹല്ല് നബിദിന റാലി ഇതാ ചാഴൂരിന്റെ മലർത്തടികൾക്ക് ഘടകം സഹായിച്ചുകൊണ്ട് കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, നീതിയൊരുക്കുക, സ്നേഹത്തോടെ എതിരേൽക്കുക, തക്ബീറിന്റെ മാറ്റം വാനിൽ ഉയർത്തിക്കൊണ്ട് സമസ്തയുടെ മതാക്കളുമായി ഒരു തസ്ബീഹുമാലയിലെ മുത്തുമണികളെ പോലെ ഓരോരുത്തരെ സ്നേഹത്തോടെ ആർക്കെതിരെയും ഉച്ചച്ചുരുട്ടാതെ എല്ലാവരുടെ സ്നേഹത്തോടെ ഇതാ കടന്നു വരുന്നു. ചാഴൂർ മഹല്ലിന്റെ നബിദിന ആശംസകൾ. പറടാ എന്റെ ശരിക്കും പ്രത്യേകിച്ച് ചോട്ടാ. ചിറക്കൽ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിക്ക് മഹല്ല് ഖത്തീബ് കുഞ്ഞു മുഹമ്മദ് ബക്കാഫി, ഇബ്രാഹിം സഖാഫി, സക്കറിയ ലത്തീഫ്, മൻസൂർ ഹാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടനാഴികളിലൂടെ സഞ്ചരിച്ച് പാതയിൽ വഴി നടത്തിയ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1427 ചിറക്കിൽ സന്ദേശ പ്രചരണ ജാഥയാണ് ഈ വഴിത്താരം ആശീർവദിക്കുക. പഴവിൽ സെന്റർ ജുമാഅത്ത് മഹല്ല് കമ്മിറ്റിയുടെയും ബാബുസലാം മദ്രസ വിദ്യാർത്ഥികളുടെയും SSFന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. മഹല്ല് പ്രസിഡന്റ് PK സത്താർ പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് ഉസ്മാൻ സഖാഫി ആലിപ്പറമ്പ് മൗലൂദ് പാരായണം നടത്തി. KS അബ്ദുൽ സലാം, ബഷീർ ഹാജി, അബ്ദുറഹ്മാൻ പുതിയ വീട്ടിൽ, അഷ്റഫ് കരിപ്പാങ്കുളം, അബ്ദുള്ള അമ്പലത്ത്, മുഹമ്മദ് അറയിലകത്ത്, മജീദ് കുമ്മങ്കണ്ടത്ത്, മൊയ്തീൻ ഷാ PM, ഉമ്മർ പഴവിൽ, സാജിദ് എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. എതിർപ്പിന്റെ ശബ്ദമായി എത്തിയവരെ പോലും സ്നേഹത്തോടെ യുക്തിസഹമായ അഭിപ്രായങ്ങൾ കൊണ്ട് കൂടെ നിർത്താൻ കഴിഞ്ഞതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിത രഹസ്യമെന്ന് മന്ത്രിയും സ്പീക്കറും MP-യുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അരുവിപ്പുറം പ്രതിഷ്ഠ അന്നും ഇന്നും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ഞാൻ നോക്കിയായിരുന്നു ഈ വീട് തന്നെ ശ്രീനാരായണ ഗുരു നമുക്ക് നൽകിയ സന്ദേശങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠകളെക്കുറിച്ചും അരുവിപ്പുറത്തെക്കുറിച്ചുമൊക്കെ വളരെ വളരെ ആധികാരികമായി സംസാരിക്കാവുന്ന ഒരു നിര തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഞാൻ ആ നിരയിൽപ്പെട്ട ആളല്ല. പക്ഷെ അരുവിപ്പുറം പ്രതിഷ്ഠയെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്കൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ശതാബ്ദി ആഘോഷങ്ങൾ നടന്നത് ഞാൻ ഓർക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് സ്വാമി ഇവിടെ വന്ന് എന്നെ ഓർമ്മിപ്പിച്ചപ്പോഴാണ് 125 വർഷമായി എന്നത് ഞാൻ ഓർക്കുന്നത്. എല്ലാം ഇന്നലെ കഴിഞ്ഞ ഒരു അനുഭവം പോലെ. ഇന്ന് നമ്മോടൊപ്പം ഈ ലോകത്തില്ലാത്ത സ്വാമി
അദ്ദേഹം നേതൃത്വം കൊടുത്ത് അന്ന് അദ്ദേഹം ചെയർമാനായിട്ടുള്ള ആ സമിതിയുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചത് ഒരു വലിയ അനുഭവമായി ഞാൻ കാണുകയാണ്. ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് അന്ന് അരുവിപ്പുറത്ത് നടന്ന ആ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ശ്രീ രാജീവ് ഗാന്ധി വന്നിരുന്നു, ശ്രീ KR നാരായണനെ പോലുള്ളവർ വന്നിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ഇന്ന് 125ാമത് വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അരുവിപ്പുറം പ്രതിഷ്ഠയുടെ സന്ദേശം ഇന്നും എന്നും പ്രസക്തമാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതായിട്ടില്ല. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ആധുനിക കേരളത്തിന്റെ സൃഷ്ടാവാണ് ശ്രീനാരായണ ഗുരു എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കാലത്ത് അന്ന് നിലവിലിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതി, പ്രാകൃതമായിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതി, മനുഷ്യത്വത്തിന് തെല്ലും വില കൽപ്പിക്കാതിരുന്ന സ്ഥിതിവിശേഷം, അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ശതാബ്ദി ആഘോഷവേളയിൽ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയോടൊപ്പം വേദി പങ്കിട്ട അനുഭവം VM സുധീരൻ ചടങ്ങിൽ വിശദീകരിച്ചു. ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ സിദ്ധൻ പറയങ്ങാട്ടിൽ അധ്യക്ഷനായി. BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്, പെരുങ്ങോട്ടുകര SNDP യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP സുകുമാരൻ, പെരുങ്ങോട്ടുകര ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ, സ്വാമിമാരായ ധർമ്മ ചൈതന്യ, സ്വാമി കൃഷ്ണാനന്ദ സ്വാമിനി, അമൃതാനന്ദ സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. പുനരുദ്ധാരണ കമ്മിറ്റി കൺവീനർ CV ഭുവനദാസ് സ്വാഗതവും കോർഡിനേറ്റർ സജിത് പാണ്ടാരിക്കൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന സെമിനാറിൽ ഏകലോക മാനവസഭ ആചാര്യൻ ഡോക്ടർ MR യശോധരൻ പ്രബന്ധാവതരണം നടത്തി. കുറിച്ചി അദ്വൈതാശ്രമം സെക്രട്ടറി ധർമ്മ ചൈതന്യ സ്വാമികൾ മോഡറേറ്ററായി. ഉപദേശക സമിതി അംഗം VK സുശീലൻ സ്വാഗതവും ഷൺമുഖൻ മാപ്രാണത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗുരുപൂജയും ഉണ്ടായി. ഉച്ചയ്ക്ക് 2 മണിക്ക് നടന്ന ചർച്ചാ സമ്മേളനത്തിൽ കരുമാത്ര വിജയൻ തന്ത്രികൾ മോഡറേറ്ററായി. സ്വാമിമാരായ സുഹൃദാനന്ദ, അനശ്വരാനന്ദ, ഡോക്ടർ വിഷ്ണുഭാരതിയൻ തുടങ്ങിയവരും അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ്, കൃഷ്ണാനന്ദ ബാബു, NK ജയരാജ്, PS ശിവദാസൻ, ഷിബു മൂലേടം, രാജപ്പൻ അടിമാലി, ദിവ്യനുപ്പാട്ട്, ഷൺമുഖം മാപ്രാണത്ത് തുടങ്ങിയവരും സംസാരിച്ചു. പ്രകാശൻ കണ്ടങ്ങത്ത് സ്വാഗതവും സജീവൻ കല്ലിങ്ങൽ നന്ദിയും പറഞ്ഞു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മുറ്റിച്ചൂർ കുടിവെള്ള പദ്ധതി മുൻ നിയമസഭാ സ്പീക്കറും MLAയുമായ K. രാധാകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. ഘടകമായി ഭാവിയിൽ മാറും എന്നുള്ളതിന്റെ സൂചനയൊക്കെ ലഭിച്ചതിന്റെ ഫലമായിക്കൊണ്ടാണ് കുറച്ച് എക്സാജറേഷൻ ഉണ്ടെങ്കിൽ പോലും അടുത്ത യുദ്ധം വെള്ളത്തിന് വേണ്ടിയാണ് എന്ന് ആളുകൾ പറയാൻ തുടങ്ങിയത്. കാരണം വെള്ളം കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വർഷം തന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ ഒരു വർഷമാണ് അല്ലേ? ഈ വർഷം വയസ്സായ ആളുകൾ അവരുടെയൊക്കെ ജീവിതം ഒരു 80-90 വയസ്സായ ആൾ പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മഴ കണ്ട ഒരു വർഷമായിരുന്നു ഇത്. പക്ഷെ ചൂട് കൂടിയില്ല, ഇപ്പോഴും വെള്ളം വെറ്റിട്ടില്ല. വാട്ടർ ലെവൽ താന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുന്നതോറും ഭൂമിയിലെ വാട്ടർ ലെവൽ താന്ന് താഴേക്ക് പോവുകയാണ്. കാരണം കൂടുതൽ വെള്ളം നിൽക്കാത്ത സ്ഥിതിയാണ്. അത് പല കാരണമുണ്ട്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം, പ്രകൃതിയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഒക്കെ ഒരു കാരണമാണ്. അതോടൊപ്പം തന്നെ മനുഷ്യൻ തന്നെ നിർമ്മിക്കുന്ന ദുരന്തവും ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VN ശങ്കരൻ അധ്യക്ഷനായി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി താക്കോൽദാനം നിർവഹിച്ചു. NG ജയരാജ്, KK ശ്രീനിവാസൻ, PC ശ്രീദേവി, ശോഭ രാജീവ്, ലതാ ബാബു, TG അഭിജിത്ത്, ജ്യോതിരാമൻ, TI ചാക്കോ, ചന്ദ്രിക രത്നാകരൻ, ദിവ്യാനന്ദൻ ചാലിയത്ത്, AV ശ്രീവത്സൻ, ഗോകുൽ കരിപ്പള്ളി, ഉമ്മർ എടയാടി, PV മണികണ്ഠൻ, AJ ജയ്മോൻ, MB ബാബു തുടങ്ങിയവരും സംസാരിച്ചു. മുറ്റിച്ചൂർ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് CPM തന്നിഷ്ടപ്രകാരം ചെയ്തു എന്നാരോപിച്ച് CPI നേതാക്കൾ പരിപാടി ബഹിഷ്കരിച്ചു. ഉദ്ഘാടന പരിപാടിയിൽ ആലോചിക്കാൻ യോഗം ചേർന്നെങ്കിലും യോഗത്തിൽ ആലോചിക്കാതെയാണ് ഉദ്ഘാടനമടക്കമുള്ള കാര്യങ്ങളിൽ CPM നേതാക്കൾ തീരുമാനം എടുത്തതെന്നും ഗീതാഗോപി MLAക്ക് വേണ്ട പ്രാതിനിധ്യം ചടങ്ങിൽ ലഭിച്ചില്ലെന്നും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ സദാനന്ദൻ ഓർക്കിഡ് വാർത്തകളോട് പറഞ്ഞു. അന്തിക്കാട് ബ്ലോക്കിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് മുറ്റിച്ചൂർ കുടിവെള്ള പദ്ധതി. അത് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നാൽ അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കുറച്ച് തർക്കങ്ങൾ ഉണ്ടായി.
ഭരണസമിതിയുമായി ആലോചിക്കാതെയാണ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും മറ്റു കാര്യങ്ങളും തീരുമാനിച്ചത്. അതറിഞ്ഞപ്പോൾ ഭരണസമിതി ഇടപെടുകയും ചില പരിഹാര മാർഗങ്ങൾ പറയുകയൊക്കെ ചെയ്തു. എന്നാൽ അതിന് വിരുദ്ധമായിട്ടാണ് നോട്ടീസ് വന്നതും മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായത്. അതിൽ ഞങ്ങൾക്ക് വളരെയേറെ ദുഃഖം ഖേദവും പ്രകടിപ്പിക്കുകയാണ്. നമ്മൾ ബ്ലോക്ക് ഭരണസമിതിയിൽ നമ്മുടെ CPIയുടെ മെമ്പർമാരും മാത്രം വിട്ടുനിന്നുള്ളൂ. നേതൃത്വത്തിലല്ല. ഇല്ല, ഞങ്ങൾക്കിത് ഒരു സ്വപ്നപദ്ധതി ചാന്തിക്കാട് ബ്ലോക്കിന്റെ തന്നെ പൂർണ്ണമായി 10 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചതാണ്. അപ്പൊ അത് പണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വലിയ ആഘോഷത്തോടെയാണ് അത് ഉദ്ഘാടന ചടങ്ങ് ഭംഗിയായി നടത്തണം എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ചില തർക്കങ്ങളും വാദങ്ങളൊക്കെ വന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നി. നമ്മള് ഭരണസമിതി തീരുമാനിച്ചതിനും വ്യത്യസ്തമായ രീതിയിലാണ് നോട്ടീസ് ഇറക്കിയത്. നോട്ടീസ് കണ്ടപ്പോൾ ആണ് ഞങ്ങൾക്ക് വലിയൊരു ദുഃഖം തോന്നിയത്. അപ്പം നമ്മളത് ഇടപെടുകയും അതിന് പരിഹാരം അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതൊക്കെ ബ്ലോക്ക് കമ്മിറ്റിയിലൊരു തീരുമാനമായതുമാണ്. പിന്നീട് നോട്ടീസ് വന്നതിലുണ്ടായ ഒരു പ്രശ്നമാണ് ഞങ്ങൾക്ക് ഖേദം.